ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ ദിവസം നമുക്ക് റിസൾട്ട് പറയാനുള്ളതാണ്. ടെസ്റ്റ് മണിയുടെ ഒരു ഡേ ആണ് ഇന്ന്. രാവിലെ തന്നെ എല്ലാവരും ടെസ്റ്റ് മണി കേൾക്കാനും പറയാനും തയ്യാറായിട്ടാണ് സൂമില് അറ്റൻഡ് ആയിരിക്കുന്നത്. ഈ ഒരു സൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ വൈകിട്ടുള്ള സമയത്താണ് ടെസ്റ്റ് മണിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് രാവിലെ അതിന്റെ ഒരു എനർജറ്റി അത് കേൾക്കാനുള്ള ഒരു താല്പര്യവും ഈ ഒരു സുപ്രഭാതത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എന്നെ നമുക്ക് പരിചയപ്പെടുത്താം. എന്റെ പേര് സരിത. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. ഞാനൊരു 3 വർഷത്തിലധികമായിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഞാൻ വേറൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണ് ഞാൻ ചെയ്തിട്ടിരുന്നത്. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, എനിക്ക് ആർത്രൈറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ടായ വ്യക്തിയാണ്. ഏകദേശം 17 വർഷത്തോളം ഞാൻ മെഡിസിൻ യൂസ് ചെയ്തു. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയൊരു വ്യക്തി കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മെഡിസിന്റെ സഹായത്തോടെ എണീക്കാനും നടക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ മെഡിസിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് എന്റെ സുഹൃത്തും ലീഡറുമായ കളമശ്ശേരിയിലുള്ള യൂനസ് സാറാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് തരുന്നത്. അതിനുശേഷം ഞാൻ ഒരു മെഡിസിൻ പോലും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് പെയിനൊക്കെ മാറി. ഭയങ്കര വണ്ണായിരുന്ന ഞാനിപ്പോ വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയും ഹെവി റിസൾട്ട് കിട്ടിയതാണ് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ അമ്മയ്ക്ക് നടുവിന് തേയ്മാനം വന്നിട്ട് കുറച്ചു ഭാഗം തേഞ്ഞിട്ടില്ല പോയി എന്ന് തന്നെ പറയായിരുന്നു. ആ ഒരവസ്ഥയില് ഹോസ്പിറ്റലിൽ പോയപ്പോ ഇങ്ങനെ പറഞ്ഞു, കുറെ മെഡിസിൻസ് കൊടുത്തയച്ചു. എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് നല്ല റിസൾട്ട് കിട്ടി. അമ്മ അത് ബാക്കിൽ നമ്മുടെ പില്ലോ പാഡ് വെച്ച് കെട്ടി നടത്തിയായിരുന്നു. അപ്പൊ അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബിസിനസ് രൂപേണ ഇതിലേക്ക് വന്നത്. അങ്ങനെ ജോലിയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. കാരണം ഒരു മാസം അവിടെ പോയിരുന്നാല് നമ്മൾക്ക് കിട്ടുന്ന പൈസ ഒരു ദിവസം കൊണ്ട് അതിൽ കൂടുതൽ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയപ്പോ ഞാനത് ഉപേക്ഷിച്ച് ബയോട്ടോറിയം എന്ന പ്രൊജക്റ്റ് ഏറ്റെടുത്ത് 3 വർഷമായിട്ട് ഇതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഹെവി റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഓരോരുത്തരും ഇതിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എത്രയും വേഗം വാങ്ങി ഉപയോഗിക്കണം, റിസൾട്ട് എടുക്കണം, നമ്മളോട് ടെസ്റ്റിമണിയൊക്കെ പറയണം. എന്നാലാണ് മറ്റുള്ളവർക്ക് അത് പ്രചോദനമുള്ളൂ. നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഈ പ്രോഡക്റ്റ് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് പറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് അത്രയും വാല്യുബിൾ ആയ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ സാഗർ സാർ നമ്മിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിനും ഈ ഒരവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഓരോ ലീഡേഴ്സിനും പ്രത്യേകം KBC ഇതിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പൊ എല്ലാവരും നമുക്ക് ഇതുപോലെ ടെസ്റ്റ് മണികൾ പറയാനായിട്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഓരോ റിസൾട്ടുകളും. ഞാനും ഒത്തിരി പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും അത് പുതിയൊരാളിലേക്കും അല്ലെങ്കിൽ കേട്ടവർക്ക് തന്നെ ഒന്നുകൂടി കേൾക്കാനൊക്കെ ഒരു പ്രചോദനമാണ്. നമ്മള് ഓരോരുത്തരും മാക്സിമം പേരും അവരെ ഒന്ന് പരിചയപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ റിസൾട്ട് പറയാൻ ശ്രമിക്കുക. അവസാന നിമിഷത്തിലേക്ക് വയ്ക്കാതെ ആദ്യം കയറി വന്ന റിസൾട്ടുകൾ പറയുക. ഇന്ന് എല്ലാവർക്കും സംസാരിക്കാനുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ മൈക്ക് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ടായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ടെസ്റ്റ് മണി കേൾക്കുമ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ് പറയുന്ന ആൾക്കാർക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന പുതിയ വ്യക്തികളും പഴയ വ്യക്തികളും ഉണ്ടാവും. അവർക്കൊരു തടസ്സം ഉണ്ടാവുക. നമ്മൾ ഓരോ ലീഡേഴ്സും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റ് മണികൾ ആരംഭിക്കാം. പ്ലീസ് വെൽക്കം. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല. പെട്ടെന്ന് റിസൾട്ടിലേക്ക് വന്നാല് നമുക്ക് പേര് വിളിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. കാരണം എല്ലാവർക്കും റിസൾട്ട് കിട്ടിയ ലീഡേഴ്സും എല്ലാവരും ആണ് ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞതായാലും നമുക്ക് പറയാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. എന്റെ പേര് പുഷ്കരനാണ്. ഞാൻ കണ്ണൂർ പയ്യാവൂര്.
അപ്പൊ എനിക്ക് വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ റിസൾട്ടുകളുണ്ട്. അത് ഞാനിപ്പോ പറയുന്നില്ല. ഞാൻ കൊടുത്തിട്ടുള്ള ഒരു രണ്ടുപേരുടെ റിസൾട്ട് പറയാം. ഞാനൊരു 1.5 വർഷത്തോളമായി ഈ ബയോട്ടോറിയം ചെയ്യുന്നു. ഞാൻ കൊടുത്തിട്ടുള്ളൊരു 10 വർഷം വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള ഒരു നേഴ്സായിട്ടുള്ളൊരു ബിപിൻ ദേവസ്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടുത്തെ പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ട് ഭയങ്കര ശ്വാസം മുട്ടൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹേലർ വലിക്കണം ഇനി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ വലിക്കൂല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വലിക്കണം എന്നാ പറഞ്ഞ ഡോക്ടർ. അപ്പം അങ്ങനെ ഇൻഹേലർ വലിച്ച് ശ്വാസം മുട്ടലൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ കാണാനും നമ്മളെ കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കാൻ സാധിച്ചത്. ഏതായാലും 1.5 മാസം ഈ ബയോട്ടോറിയം ഉപയോഗിച്ചപ്പം ഇൻഹേലർ മേടിച്ചത് വീട്ടിലിരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു 5-6 തവണയൊക്കെ ഒരു ദിവസം വലിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഇപ്പോ 1.5 മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഇൻഹേലർ വലിക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടില്ല. അദ്ദേഹമാണ് എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ കൂടുന്ന ഒരാള്. മറ്റൊന്ന് ഞാന് പിന്നെ എന്റെ ഒരു ഇച്ചിരി അകന്ന ബന്ധുവായിട്ടുള്ളൊരു മനോഹരൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പെടലിന്റെ ഡിസ്കിന്റെ ഒരു കംപ്ലൈന്റ് വന്നിട്ട് കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ പലർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. കൈക്ക് തരിപ്പ്, കാലിന് വരെ ആ വേദന ഉണ്ടാവും. അപ്പൊ മരുന്നൊക്കെ മേടിച്ചു വന്നപ്പം ഞാനിങ്ങനെ കണ്ട് സംസാരിച്ചു. മരുന്ന് മേടിച്ചിട്ട് വരുന്ന സമയത്താണ് ഞാൻ കണ്ട് സംസാരിച്ച്. അന്നേരം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇങ്ങനെ മരുന്നിന് പോയതാണ്, ഇങ്ങനെ കാലിനും കൈക്കൊക്കെ തരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാ, ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചൊരു കാര്യം പറയാം. നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചാൽ ഒരു 3 മാസം കൊണ്ട് അത് മാറിക്കിട്ടുമെന്നുള്ളൊരു സ്ഥിതിയിൽ ഞാൻ പറഞ്ഞു. അതിനുശേഷം അയാൾ പറഞ്ഞു ആയിക്കോട്ടെ ഞാനൊന്ന് മേടിക്കാന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് കൊണ്ട് കൊടുത്ത് കൃത്യമായി പുള്ളിനെ ഇത് പഠിപ്പിച്ചു, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഏതായാലും അദ്ദേഹത്തിന് 3 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് വേദന കുറഞ്ഞു. നടുവിന് വേദന ഉണ്ടായിരുന്നു, അതുപോലെ ഈ കൈക്കും കാലിനുള്ള തരിപ്പ്, അത് 3 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രഷർ കൂടുതലായിരുന്നു, നടുവേദനയായിരുന്നു, മിറ്റം അടിക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവര് 1 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എനിക്കിപ്പോൾ മിറ്റം അടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ മറ്റു കുറെ റിസൾട്ടുകളൊക്കെ ഉണ്ട്, ഞാൻ അധികമായി പറയുന്നില്ല. വലിയ വലിയ റിസൾട്ടുകൾ ഓരോരുത്തർ പറയട്ടെ. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു പുഷ്കരൻ സാർ. പുഷ്കരൻ സാർ ഇപ്പൊ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒത്തിരി റിസൾട്ടുകൾ നമ്മളിലേക്ക് എത്തിച്ചു. ഒരു ശ്വാസം മുട്ടിന്റെ ആയാലും നടുവേദന, അതുപോലെ പെടലി ഡിസ്കിന്റെ കംപ്ലൈന്റ്, അങ്ങനെ ഒത്തിരി റിസൾട്ടുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാറ് പറഞ്ഞു. താങ്ക് യു, നല്ല റിസൾട്ട് ആയിരുന്നു സാർ. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ഇന്നൊരു മിറാക്കിൾ റിസൾട്ട് പറയാന്നുള്ളതാണ്. എന്റെ പേര് സലീം എന്നാണ്, ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. എന്റെ അപ്പലയൻ അലി മുഹമ്മദ് സാറാണ്. നമ്മൾ ഇന്ന് ഏറെക്കുറെ ആളുകളൊക്കെ പരസ്പരം നേരത്തെ കണ്ടു പരിചയവും റിസൾട്ട് പറഞ്ഞും ഒക്കെ ഉള്ള നല്ല അടുപ്പം ഉള്ള ആളുകളാണ്. നമ്മളൊരു ഫാമിലിയാണെന്നുള്ളതാണ് ഇതിനകത്തൊരു നമുക്ക് സത്യം. അപ്പൊ എനിക്കൊരു മിറാക്കിൾ റിസൾട്ട്, അതായത് സ്റ്റോക്കും ബ്ലോക്കും ഈ ശ്വാസം മുട്ടും തൈറോയിഡും ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് രോഗം മാറ്റുന്ന ഒരു മരുന്നല്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷെ എങ്കിലും ഇതൊരു അത്ഭുതകരമായൊരു പ്രോഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുള്ളതാണ് സമൂഹത്തിന്റെ ഉള്ളില്. ഈ വൃഷ്ണവീക്കം എന്നൊരു അസുഖം അതിൽ കേട്ടിട്ടുണ്ടായിരിക്കും. വൃഷ്ണവീക്കം എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പറേഷൻ ചെയ്യലും റിസ്ക് ആണെന്നുള്ളതാണ്. നമ്മളെ മറ്റുള്ള ഓപ്പറേഷന്മാരില്ല. നമ്മുടെ ഈ അതായത് നമ്മുടെ ഈ വൃഷ്ണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രത്യേക തരം ഒരു ചോറ് വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഇതിന് വീർപ്പ് വരിക, ഇതങ്ങോട്ട് വീർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭംഗിയാണ് പുരുഷന്മാർക്ക് അഭംഗിയാണ് അത്. ആ ഫ്രണ്ട് ഭാഗം അങ്ങനെ തള്ളി പാൻറ്റൊക്കെ ഇടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കുണ്ടെന്നുള്ളതാണ് ആ ഒരു പ്രോബ്ലംസ്. ആ പ്രോബ്ലംസിന് മാറ്റം എന്ന് പറഞ്ഞാൽ 90% മാറ്റം വന്ന ഒരു റിസൾട്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അതൊരു അത്ഭുതകരമായ റിസൾട്ട് ഉപയോഗിച്ചിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്കതൊരു വലിയ റിസൾട്ടാണ്. എനിക്കത് ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് നിന്ന് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ടായത് ഒരാൾക്ക് മാറിയിട്ടുണ്ട്. 90% മാറിയിട്ടുണ്ട്, 10% ഉള്ളൂ. അത് മാറിക്കോളും. ആൽസാബരിയുടെ കാരണക്കാരൻ ആൽസാബരി 2 ബോട്ടിൽ ഉപയോഗിച്ചു, അതിനുശേഷം സംഭവിച്ച പ്രതിഭാസമാണെന്നുള്ളതാണ്. അപ്പൊ അൾസാബരി നമ്മുടെ മാഗ്നറ്റ് തെറാപ്പിയുടെ കൂടെ അതും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പല മാറ്റങ്ങളും ഉണ്ടാവും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ഓക്കെ സലിമുക്ക, പുതിയൊരു റിസൾട്ടാണ്. വിഷമവീക്കം എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികളും പോലും അനുഭവിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പാക്കേജിന്റെ കൂടി അൾട്രാബറി ഉണ്ട്. അൾട്രാബറിക്ക് അതുപോലെ നല്ല നല്ല റിസൾട്ടുകൾ നൽകാൻ സാധിക്കുന്നുണ്ട്, നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതും എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്ട്രോക്കിന്റെ കാര്യം പറഞ്ഞു സലിമുക്ക. സ്ട്രോക്കിനൊക്കെ നമ്മൾ റിസൾട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ എന്റെ പുറത്തുള്ള 1-2 ഫ്രണ്ട്സിന്റെ അവരുടെ ഫ്രണ്ട്സ് 2 സ്ഥലത്തായിട്ട് ഒമാനിലും ഖത്തറിലുമായിട്ട് സ്ട്രോക്ക് വന്നു. ഒരാൾ ഡെത്തായി, ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പുറത്തുള്ള സുഹൃത്തുക്കളോടായാലും ഇതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ അത്രയും റിസൾട്ട് തരുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഏത് റിസൾട്ട് പഴയ ആൾക്കാർ പുതിയ ആൾക്കാരൊന്നും ഇല്ല. കാരണം പുതിയ ആൾക്കാർ കേട്ട് വരാൻ കുറച്ച് ഇത് കാണിക്കും. നമ്മൾ പഴയ ആൾക്കാർ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും റിസൾട്ടിലേക്ക് ആക്റ്റീവായിട്ട് വരിക, അടുത്ത ആളിലേക്ക് പോവാം. റിസൾട്ട് പറഞ്ഞോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഷാജിക്ക, പറഞ്ഞോളൂ. മോർണിംഗ്. സാർ പറഞ്ഞോളൂ. ഞാൻ നായരമ്പലം സ്വദേശിയാണ്. ഞാനത് ബയോട്ടോറിയം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 11 മാസത്തോളായി. എന്റെ വൈഫിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ആദ്യം ഉപയോഗിച്ചത്. അപ്പൊ വൈഫിന്റെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അസുഖം ആയിട്ട് വളരെ ബുദ്ധിമുട്ടി, വളരെ ഹോസ്പിറ്റലുകളൊക്കെ പോയി മരുന്ന് വാങ്ങും. മരുന്ന് കഴിയുമ്പോഴും വീണ്ടും വരും എന്നൊരവസ്ഥയിലായിരുന്നു. ₹1,00,000 ഇതിനകത്തായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് വേണമെന്നുള്ള ഒരു ഇതിനകത്തിരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്ത് എന്നെ ഇപ്പൊ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി ഞാൻ വാങ്ങാനിടയായത്. അതുകൊണ്ട് 25 വർഷത്തോളം മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് വൈഫിന്റെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു മരുന്ന് ഇല്ലാത്ത ചികിത്സാ രീതി എന്ന് പറയുന്നത് ഞാൻ വളരെയധികം കിട്ടുന്നുള്ള ഒരു ചികിത്സന്റെ ഗുളിക എന്നോട് പറഞ്ഞു. ഞാൻ വാങ്ങി. വില എന്ന് പറഞ്ഞ വില ഉള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല. നമ്മളെ ഏറ്റവും ആത്മീയ സുഹൃത്താണ് എന്റെ വൈഫ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വയസ്സൊന്നും നോക്കിയില്ല. അങ്ങനെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ മൈഗ്രെയിന് ഭയങ്കര വലിയ റിസൾട്ട് ഉണ്ടായിട്ട് ഇപ്പൊ 10 മാസത്തോളമായി ഒരു കുഴപ്പമില്ല. ആസ്പത്രിയിൽ പോകേണ്ട ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എനിക്കും മറ്റുള്ള റിസൾട്ടുകൾ ഉണ്ടായി. എന്റെ കൈപ്പത്തിയുടെ ജോയിന്റിന് ഒരു പെയിൻ വന്നിട്ട് 2 വിരലുകൾ വിടരാതെ നിവർന്ന് നിൽക്കൂല. 3 വിരല് മാത്രമേ വിടരുള്ളൂ. 2 വിരല് മടങ്ങി തന്നെ ഇരിക്കുള്ളൂ കൈ വിടർത്തി കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്തപ്പോ എന്റെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലില് ചെന്ന് ട്രീറ്റ്മെന്റ് എടുത്ത്, അപ്പൊ അവര് വെയിൻ ടെസ്റ്റ് ഒക്കെ നടത്തി. ഫസ്റ്റ് റിസൾട്ട് കിട്ടി. പിന്നെ ന്യൂറോ സർജൻ ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ഓർത്തോനെ റെഫർ ചെയ്തു. ഓർത്തോ ഡോക്ടർക്ക് റെഫർ ചെയ്തപ്പോ ഓർത്തോ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറൊരു പ്രതിവിധിയില്ല, അല്ലാതെ ചേട്ടന് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്പോയിൽഡ് ആവും, അതുകൊണ്ട് നമുക്ക് ജീവനമാണ്, അത് ഓടിക്കാൻ പറ്റില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ സാറിന് ഇഷ്ടം പോലെ ചെയ്യുന്നതും പറഞ്ഞിരിക്കുമ്പോ ഞാൻ വീണ്ടും വെയിൻ ടെസ്റ്റ് നടത്തിയ ന്യൂറോ സർജനെ പോയി കണ്ട് ഡോക്ടറെ ഒരു എന്തെങ്കിലും സജഷൻ എനിക്ക് എന്തെങ്കിലും തരണം, ഗുളികയോ അല്ലെങ്കിൽ ഓയിൻമെന്റോ മറ്റുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഓയിൻമെന്റും ഒരു ഗുളികയൊക്കെ പുള്ളി എഴുതി തന്നു. ഞാനത് ഉപയോഗിച്ച് ആവി പിടിക്കാനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് 1 മാസം ഉപയോഗിച്ചപ്പോ ഒരു ശാന്തത ഉണ്ടായി. വീണ്ടും അതിന്റെ തിരിച്ചു വരികയുണ്ടായി. ആ വേദന മാറിയില്ല, വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് തന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാല് 1 ആഴ്ച കൊണ്ട് തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു ടെൻഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചപ്പോ ഒരു 2 ആഴ്ച കൊണ്ട് എന്റെ കൈ എല്ലാം സ്വതന്ത്രമായി കൈ വിരലുകൾ വിടർന്നു. ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, വലിയ ഒരു റിസൾട്ടുകൾ എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ആന്റണി സാറിനൊക്കെ നല്ല റിസൾട്ട് നേരിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിനായിട്ട് എല്ലാ ആഴ്ചയും വെച്ച് കാണുന്ന ആളുകളാണ്.
അതുകൊണ്ട് സാറിന്റെ റിസൾട്ടുകളൊക്കെ പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇത്രയും ഹെവി റിസൾട്ട് കിട്ടിയ പക്ഷെ ആത്മാർത്ഥമായിട്ട് സാർ അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആനന്ദ് സാറ്. നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക് പോവാം. ഷായ് സാർ റിസൾട്ട് പറഞ്ഞോളൂ. ഷായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ എന്റെ റിസൾട്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ ശബ്ദം ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നതാണ്. അതുകൂടാതെ ഭയങ്കരമായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കഫക്കെട്ടും എനിക്ക് സംസാരിക്കാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഒരാഴ്ചയായിട്ട്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇംഗ്ലീഷ് മരുന്നിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മെഡിസിൻസിലേക്ക് ഞാൻ പോയിട്ടില്ല. നല്ല രീതിയിൽ നല്ലൊരു ആശ്വാസമുണ്ട്. അത് മാത്രമല്ല, ഇതുവരെ ഞാൻ ധാരാളം ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെരിക്കോസ് വെയിന്, പിന്നെ മൈഗ്രെയിൻ ഒക്കെ എനിക്ക് ഓൺ ദി സ്പോട്ട് 5 വെച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ട്. ഞാനത് കൂടുതൽ കഥകളിലേക്ക് പോകുന്നില്ല, എല്ലാവരും കുറെ ആൾക്കാർ സംസാരിക്കാനുള്ളതുകൊണ്ട്. പിന്നെ അതുകൂടാതെ ഒരു കുട്ടി ശ്വാസം മുട്ടായിട്ട് ഞാൻ വഴിയിൽ ചേർന്നത്, ആ കുട്ടിക്ക് 5 മിനിറ്റോടെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഞാൻ കംപ്ലൈന്റ് കംപ്ലീറ്റ്. അതുപോലെ എനിക്ക് മോഷൻ കംപ്ലൈന്റ്, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. കൈകാര്യം യൂറിനറി പ്രോബ്ലംസ്, വെരിക്കോസ് വെയിന്റെ പ്രോബ്ലംസ്, രാത്രി മസിൽ പഠിക്കുന്ന പ്രശ്നങ്ങളിലായിരുന്നു. എന്തിനു പറയുന്നത് തുറന്നു പറയാണ്, സെക്ഷൽ പ്രോബ്ലംസ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ധാരാളം ഡോക്ടറായിട്ട് അനുഭവിച്ചിട്ടിരിക്കുകയായിരുന്നു. ഒറ്റ മാസം നമ്മൾ കുറച്ച് ഉപയോഗിച്ച് തുടങ്ങി, ഒറ്റ മാസം കൊണ്ടാണ് എല്ലാം നല്ല രീതിയിലുള്ള റിസൾട്ട് ആവും. ഇപ്പോ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് സജീവമായിട്ട് ഞാൻ ഇപ്പൊ എനിക്ക് ടീം ഉണ്ട്, അവരോടൊപ്പം നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുതിയതായിട്ടുള്ള ആൾക്കാരോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഏറ്റവും നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. ആരെങ്കിലും സമ്പത്തൊക്കെ സമഗ്രമായിട്ട് ദൈവം തരുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. കൂടുതൽ പഠിക്കുക, നന്നായി പഠിച്ച് മുന്നോട്ട് പോകുക. പ്രൊഡക്റ്റിനെ കുറിച്ചായാലും ബിസിനസിനെ കുറിച്ചായാലും നല്ലൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു സാറിനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നില്ല. എന്റെ അവസ്ഥയും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു കണ്ടപ്പോ. ഞാനും സാറ് പറഞ്ഞ പോലെ വേറെ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്തില്ല. നമ്മൾ ബയോട്ടോറിയം റിസ്ക് ബാൻഡ് കഴിപ്പിച്ചിട്ട് വാട്ടർ എനർജി പാടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഓക്കെ ആയി. ഇന്നലെ തൊട്ട് നല്ല ഇതായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി സൗണ്ട് ക്ലിയർ ആവാനുണ്ട്, അതാണ് ഞാൻ പത്രത്തെ സംസാരിക്കുന്നത്. ഓക്കെ, എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ്. പുതിയ പുതിയ റിസൾട്ടുകൾ സാറ് കറക്റ്റ് ആയിട്ട് ഓരോ റിസൾട്ടും പറഞ്ഞു. നമ്മളതൊക്കെ പറയാൻ നമ്മളും പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. സെക്ഷലിന് റിസൾട്ട് കിട്ടും എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇരിക്കുന്ന പലരും റിസൾട്ട് കിട്ടിയവരായിരിക്കും, അതൊന്നും നമ്മളിതിൽ പറയാറില്ല. സാർ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. താങ്ക് യു സാർ, താങ്ക് യു. അടുത്ത ആളിലേക്ക് വരാം. പേര് ഹൈമവതി. ഞാന് റിസൾട്ട് പറയാൻ അങ്ങനെ വരാറില്ല. ഞാന് പിന്നെ എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കില് പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച നല്ല ജലദോഷമൊക്കെ ആയിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച് ഞാന് ഈ തൊണ്ട കാറിലാണ്. എനിക്ക് ജലദോഷം വന്നാൽ ആദ്യം വരെ തൊണ്ട കാറിലായിരിക്കും. അപ്പൊ ഈ നമ്മളെ എനർജിബേർഡ് വെച്ചിട്ടുള്ള നമ്മളെ പിന്നെ എന്താ അത്ഭുത വാട്ടർ ഞാൻ 2-3 പ്രാവശ്യം ഗാഗിൾ ചെയ്തു. ആ പിന്നെ തൊണ്ടക്കാറിൽ അങ്ങ് മാറി. അപ്പം തന്നെ നമ്മൾക്കൊരു ഒരു സുഖം, യാത്ര ചെയ്യാനൊക്കെ ഒരു സുഖം. പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോന്നു. ഞാൻ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലയിലിടും. ഈ വെള്ളം തലയിൽ കുടിക്കുന്ന സമയത്ത് കുറച്ച് തലയിൽ വെക്കും. പിന്നെ 2 നേരം ഞാൻ കുളിച്ചു കഴിഞ്ഞാല് തലയിൽ ഒഴിക്കും. അങ്ങനെ പിന്നെ മുഖം കഴുകും. ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോ വെള്ളി ശനി ഞാൻ ആയപ്പോഴേക്ക് എനിക്ക് ഇന്നെനിക്ക് തീരെ ഇല്ല, ജലദോഷത്തിന് ഒരു ലക്ഷണം ഇല്ല. നല്ല സുഖമായി പോയി. പിന്നെ എന്റെ തൊലി കണ്ടിട്ട് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ആകെ മാറിപ്പോയല്ലോ. ഞാന് ചെറുപ്പൊന്നല്ല, കുറച്ച് ഏജിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് ചെറുതിലൊക്കെ ഈ ചെറിയ പണ്ടൊക്കെ ഇന്നിപ്പോ അസുഖം കാണാനില്ല. ഈ ചൊറി പിടിക്കല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും, നന്നായിട്ട് ചൊറി ഉണ്ടാവും, മേലൊക്കെ ചൊറി ഉണ്ടാവും. അതുപോലെ എന്റെ ശരീരം മുഴുവൻ ചൊറി പിടിച്ച ആളായിരുന്നു. തലയിലും മേലൊക്കെ ഒരു ശകലം സ്ഥലം പോലും ഒഴിവുണ്ടാവില്ല. ആ കുട്ടികളൊന്നും ക്ലാസ്സിൽ എന്റെ അടുത്ത് ഇരിക്കൂല. എങ്ങനെയായിരുന്നു ഈ ചൊറി വരുന്ന സമയത്ത് എന്റെ ബെഞ്ചിൽ ആരും ഉണ്ടാവില്ല. എല്ലാവരോടും ദേഷ്യം വരുമായിരുന്നു. പിന്നെ ഞാൻ ക്ലാസ് പോകാൻ വഴി കാണിക്കും. അപ്പൊ അത് കാരണം എന്റെ
തൊലിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് പ്രായവരെ പോലെ ഇരിക്കുകയായിരുന്നു. ചെറിയ ഇതാവുമ്പോഴേ അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും അത് പറയും, ചുളിഞ്ഞ് വയസ്സുദ്ധിയായിട്ടുണ്ട് എന്ന് പറയായിരുന്നു. എന്നാൽ ഇപ്പം തൊലിയൊക്കെ കൂടുതല് എന്താ ഇതായിട്ടുണ്ട്, യോഗത്തിലേക്ക് വരികയാണ്. തൊലിയൊക്കെ കുറെ കൂടെ നന്നായിട്ടുണ്ട്. എന്റെ കാലിന് പാദത്തിന്റെ സൈഡിലായിട്ട് എനിക്ക് പിന്നെ ഒരു കെടുമ്പ് പോലെ ഉണ്ടായിരുന്നു. അത് നേരത്തെ ഉള്ളതാ. എപ്പോഴും ഞാൻ കാല് മടക്കിയിരിക്കുന്നോ അപ്പൊ ഈ ശ്രദ്ധ അതിന്റെ മുകളിലായിരിക്കും, ഒരു കെടുമ്പ്. പക്ഷെ അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് അടർന്നു പോയി. അൾട്രാബറിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്തോ അറിയില്ല, അതങ്ങ് അടർന്നു പോയതിനു ശേഷം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. വൈകിട്ട് എനിക്ക് കാലിന് ഭയങ്കര ചൊറിഞ്ഞിട്ട് വയ്യ. നമ്മൾക്ക് ഭ്രാന്ത് വരിക ചൊറിഞ്ഞിട്ട്. അത് എന്ത് ഇനി ചെയ്തിട്ടും മാറുന്നില്ല. ഉപ്പൊക്കെ തിരുമ്മി നോക്കി, അപ്പൊ എന്നിട്ടും മാറുന്നില്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി നമ്മളെ റിസ്റ്റ് ബാൻഡ് ഒന്ന് ചുറ്റി നോക്കട്ടെ എന്ന്. ചുറ്റി നോക്കിയിട്ട് ഒരു പണിയും ചെയ്ത ഞാൻ അവിടെ ഇരുന്ന് ഇതൊന്ന് മാറി കിട്ടണമല്ലോ വിചാരിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ അറിഞ്ഞില്ല, ചൊറി എപ്പോഴും മാറിപ്പോയി. അതെങ്ങനെ മാറിപ്പോയി, നല്ല സുഖമായി പോയി. അതെന്നുവെച്ചാൽ കൂടിയ പാത്രത്തിന്റെ സൈഡിലെ ചൊറിയുന്നത് നമ്മൾക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. മാഗ്നറ്റിക് പിന്നെ എന്താ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അത്രയും നമ്മൾക്ക് ഒരു പ്രാവശ്യം നമ്മൾക്ക് പിന്നെ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെച്ച് നമ്മൾ ഇത്രയും റിസൾട്ട് അനുഭവിക്കാനുള്ള നമ്മള് ജീവിതത്തിൽ റെഗുലർ ആയിട്ട് അനുഭവിക്കല്ലേ ഓരോ. ഇതിനൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ എന്താ സ്ഥിതി? അതെ ഓക്കെ മേഡം പറഞ്ഞ പോലെ ചൊറിച്ചിലൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതൊരു വേറൊരു മൈൻഡാണ്. അപ്പൊ അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടിയത് ഭയങ്കര റിസൾട്ട് തന്നെയാണ്. താങ്ക് യു മാഡം. മാഗ്നറ്റ് പ്രോഡക്റ്റും അതുപോലെ അൾട്രാബെറി പ്രോഡക്റ്റ് ഇപ്പോ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയ ആൾക്കാരൊക്കെ തന്നെയാണ്. കാരണം നമ്മൾക്ക് മാത്രമല്ല, നമ്മളുടെ പെറ്റ്സിന് കൂടി റിസൾട്ടുകൾ പല റിസൾട്ടുകൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അതൊക്കെ ചർച്ച വന്നിട്ടുണ്ട്. അതുപോലെ എന്തിനാണോ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്, ആ റിസൾട്ട് നമ്മൾ ശരിക്കും റിസൾട്ട് കിട്ടിയാൽ പോലും നമുക്കിവിടെ പറയാം എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് സരിത മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗോൾഡൻ ബെൽ മാഡം പറഞ്ഞോളൂ. ഇവിടെ മഴയാണ്, അതുകൊണ്ട് വീഡിയോ ഓണാക്കാൻ പറ്റില്ല, റേഞ്ച് പ്രശ്നമുണ്ടാവേ. ഓക്കെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം നല്ലൊരു റിസൾട്ട് കിട്ടിയായിരുന്നു. ഒരു ടീച്ചർക്ക് ഒരു 60-67 വയസ്സോളം ആയതാണ്. ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നല്ല, എങ്കിലും എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞതാ. അപ്പൊ ആ ടീച്ചർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരെ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങി പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായതാ. അപ്പൊ സർജറി ഫിക്സ് ചെയ്തതാണ്. എങ്കിലും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ടീച്ചർക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് ഒരു റിട്ടയർഡ് ഹെഡ് മിസ്റ്റർ ആയിരുന്നു. അപ്പൊ സർജറി എന്നാലും മാറ്റി വെക്കാൻ പറ്റില്ല. പക്ഷെ സർജറിക്ക് ഏകദേശം ഒരു 3 മാസത്തെ ടൈം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ. അതിനുശേഷം സർജറി ചെയ്യേണ്ടി വരുള്ളൂ. അപ്പൊ ടീച്ചർക്ക് നന്നായിട്ട് ശ്വാസം മുട്ടും കിതപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റ് അങ്ങനെ അവര് ഉപയോഗിച്ചു. അവർക്ക് അതുവരെ ഒരു 100% അവർക്ക് ഒരു 45 അല്ലെങ്കിൽ 50% അടുത്ത് ടീച്ചർക്ക് അല്ലാത്ത ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയായിരുന്നു. പിന്നെ വളരെ 1 മാസം കൊണ്ട് തന്നെ സർജറിയുടെ ടൈം ആയപ്പോഴേക്കും ടീച്ചർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ഇല്ലാതെ ശ്വാസം എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതുവരെ അവരുടെ മകള് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. കാരണം അവരൊരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. അപ്പൊ അവർക്ക് ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റിനെ ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ടീച്ചറുടെ നിർബന്ധപ്രകാരം ആ പ്രൊഡക്റ്റ് വാങ്ങിയതായിരുന്നു. ഇതിനുശേഷം ടീച്ചർക്ക് സർജറി കഴിഞ്ഞു. അപ്പൊ നമുക്ക് കോണ്ടാക്ട് ഒന്നും ടീച്ചറായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ 1 മാസം കഴിഞ്ഞ് പിന്നെയാണ് ടീച്ചറായിട്ട് നമ്മള് ടീച്ചറെ ഈ അസുഖത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ 1 മാസം കഴിഞ്ഞിട്ടും മക്കളോ വീട്ടില് വേറെ ആരും അറിയാതെ അവര് സാരിയും ബ്ലൗസാണ്
ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബ്ലൗസിന്റെ ഉള്ളില് നമ്മളുടെ റിസ്റ്റ് ബാൻഡ് എടുത്ത് വെക്കുമായിരുന്നു. ടീച്ചർ പറയണ എന്താന്ന് വെച്ചാ ഈ ശ്വാസമുട്ട് നമ്മളുടെ റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുമ്പോ മാത്രമേ ടീച്ചർക്ക് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നുള്ളൂ. അത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ശ്വാസത്തിന്റെ തടസ്സം നല്ലപോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണ രീതിയിൽ സർജറി കഴിഞ്ഞവർക്ക് പെട്ടെന്ന് നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് നമ്മുടെ ലീഡേഴ്സ് നമുക്ക് വന്നിട്ടുള്ളൊരു നോളജ്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ പറയണത്. അപ്പൊ ആദ്യം നമ്മളെ വിളിച്ച് ചോദിച്ചത് നമ്മളുടെ മാട്രസ് എപ്പൊ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് ചോദിച്ചത്. അപ്പൊ അത് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഇങ്ങോട്ട് പറഞ്ഞതാണ്, ആരും അറിയാതെ ഞാൻ നമ്മുടെ ചെറിയ സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് ബ്ലൗസിന്റെ ഉള്ളിൽ വെച്ചിട്ട് വയ്ക്കുമ്പോ മാത്രം അവർക്ക് ശ്വാസം നല്ലപോലെ എടുക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞ തൽക്കാലം അത് മാറ്റി വെക്ക്, അത് സർജറി ഒക്കെ കഴിഞ്ഞ് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, നല്ലപോലെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു, എനിക്ക് അത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ശ്വാസം കിട്ടില്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടീച്ചർ നമ്മളുടെ പ്രൊഡക്റ്റിലാണ് ശരിക്കും ശ്വാസം എടുക്കുന്നത്. അപ്പൊ അതൊരു വളരെ നല്ലൊരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ അത് സർജറി കഴിഞ്ഞവര് ഉടനെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നല്ല. നിങ്ങളുടെ അപ്ലൈന് എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവെന്ന് വെച്ചാല്, അല്ലെങ്കിൽ ആ സിസ്റ്റം അനുസരിച്ചിട്ട് പോകുന്നത് നല്ലത്. നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യുന്നു. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ മാഡം, ഓക്കെ, വെരി ഗുഡ്. നല്ല റിസൾട്ട്. നമ്മള് ഉപയോഗിക്കാത്തവരുണ്ട്, ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ട്, ഇതുപോലെ സർജറി കഴിഞ്ഞ. പക്ഷെ അവർക്ക് അതൊരു വിശ്വാസമാണ്. നമ്മള് പറയുമ്പോ നമ്മൾ എന്തായാലും അത് പറഞ്ഞു കൊടുക്കണം, നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ അവർക്ക് അതൊരു വിശ്വാസമുണ്ട്, അത് ഉപയോഗിച്ചാൽ എനിക്ക് ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പേസ് മേക്കർ പോലുള്ള യൂസ് ചെയ്തവര് നമ്മളത് പറഞ്ഞാലും അവരുടെ ഇതുകൊണ്ട് എന്നാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതില് യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഭാഗ്യവും പ്രൊഡക്റ്റിന്റെ ഭാഗ്യവും അവരുടെ ഭാഗ്യവും ഉണ്ടായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈന്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞാലും അവരുടെ നിർബന്ധപ്രകാരം വാങ്ങി ഉപയോഗിച്ചിട്ട് റിസൾട്ട് എടുത്തിട്ടുള്ളവരുണ്ട്. അപ്പൊ അതേപോലെ അത്രയും എന്നുവെച്ചാൽ നമ്മളത് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ലാത്തവരോട് പറ്റില്ല എന്ന് തന്നെ പറയണം. പിന്നെ അവരുടെ റിസ്കിൽ അത് ഉപയോഗിച്ചാൽ അവര് എടുത്തോട്ടെ. ആ റിസൾട്ട് കിട്ടുമ്പോൾ അവർക്ക് അതൊക്കെ സന്തോഷം. അപ്പോ അടുത്ത ആളിലേക്ക് പോകാൻ റിസൾട്ട് പുതിയത്. ഹലോ, നമസ്കാരം. ഞാൻ വിനു ആണ്. നമസ്കാരം സാർ, പറയൂ. ചെങ്കരകുളത്തുനിന്നാണ്. ഓക്കെ. ഞാൻ അബീനെ അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ബെൽ മിസ്സിനെയൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങളുടെയൊക്കെ ഒരുപാട് സൂം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കൺഗ്രാജുലേഷൻ ഉണ്ടാവാറുണ്ട്. ഞാന് ഒരു സെക്കൻഡ് അറ്റംപ്റ്റില് ഞാൻ ചെങ്ങനകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകാറുണ്ടായി. അപ്പോ ആ അറ്റംപ്റ്റില് സാറ് ഇഞ്ചക്ഷൻ വെച്ചിരുന്നു. ഇഞ്ചക്ഷൻ വെച്ചിട്ട് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ റിസ്റ്റ് ബാൻഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇട്ടുകൊടുത്തിട്ട് അമല ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേ. അവിടുന്ന് സെക്കൻഡ് അറ്റംപ്റ്റിൽ സക്സസ്ഫുൾ ആയി വീട്ടിലെത്തി. PRO റിസ്റ്റ് ബാൻഡ് അവിടെ മേടിച്ചു വെച്ചു. പിന്നെ അത് പിന്നെ യൂസ് ചെയ്യാറില്ല. ആ റിസ്റ്റ് ബാൻഡ് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ അയാള് സക്സസ്ഫുൾ ആയി വിജയിച്ചു. സെക്കൻഡ് അറ്റംപ്റ്റ് റിസ്റ്റ് ബാൻഡ് സാറ് തിരിച്ചു വാങ്ങിയില്ല എന്ന് തോന്നുന്നു അല്ലെ? PRO കയ്യിലാണ്. കാരണം ഞാൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു അത് വീണ്ടും അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഡബിൾ നാനോ ടെക്നോളജി ആകുമ്പോൾ നമുക്കത് ആ റിസൾട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ മേടിക്കാൻ പോയിട്ടില്ല. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ എന്തായാലും അത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് സാർ പറഞ്ഞത്. നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക്. നമസ്കാരം, ജയപ്രകാശ് ആണ് കണ്ണൂര്. പേരാവൂർ ജയപ്രകാശ്. അപ്പൊ ഞാനും വൈഫും ഒരു ഫാമിലി കിറ്റാണ് എടുത്തത്. അപ്പൊ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. വൈഫിനുണ്ട്, എനിക്ക് ഷുഗർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, പിന്നെ ശരീരവേദന, കൈമുട്ട് വേദന, ഷോൾഡർ പൊക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ വൈഫിന് ഒരുപാട് പ്രശ്നങ്ങൾ. വൈഫിന് ഷുഗർ ഉണ്ട്, അതിന്റെ റിസ്റ്റിന് ഒരു
കഠിനമായ വേദന ഉണ്ടായിട്ട് സർജറി ചെയ്തു. 2 കൈക്കും 2 വർഷമായിട്ട് സർജറി ചെയ്തു. എന്നിട്ടും അതിന്റെ പെയിൻ മാറുന്നില്ല. അപ്പൊ അതിന് പ്രഗാബ എന്ന് പറഞ്ഞ ഒരു ഗുളിക ടാബ്ലറ്റ് ഡോക്ടർ എഴുതി കൊടുത്തു. അപ്പൊ അത് സ്ഥിരം കഴിക്കേണ്ട, നല്ല വേദന ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴും വേദന തന്നെ ആയതുകൊണ്ട് ഏതാണ്ട് 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഒരു ഗുളികയൊക്കെ വെച്ചിട്ട് അവര് കഴിക്കും. അപ്പൊ ഞാൻ ആ പ്രഗാബിനെ കുറിച്ച് നെറ്റിൽ നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഉണ്ടാവുന്ന സ്ഥിരം കഴിച്ചാല്. അപ്പൊ ഇത് നിർത്താനും കഴിയുന്നില്ല. അങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതിനെ കുറച്ച് 2 മാസമൊക്കെ കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ടാബ്ലറ്റ് തീർന്നാ പറയും വാങ്ങിക്കണം എന്ന് പറയും. അപ്പോ കുറച്ചായിട്ട് പറയുന്നില്ല, ടാബ്ലറ്റ് തീർന്നായിട്ടോ വേദനയെ കുറിച്ചും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാനത് ഇങ്ങനെ നിരീക്ഷിക്കായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു എന്ത് ഗുളിക വേണ്ടേ, ടാബ്ലറ്റ് വേണ്ടേ ചോദിച്ച സമയത്ത് പറഞ്ഞു ഒന്നുകൂടി ഉണ്ട്, കുറേ ആയിട്ട് ഇപ്പൊ വേദന ഇല്ല. അപ്പോഴും ബയോട്ടോറിയത്തിന് നല്ല വിശ്വാസത്തിലെടുക്കാൻ അവള് തയ്യാറില്ല. ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് കൊണ്ടാണെന്നൊന്നും അവൾക്ക് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇങ്ങനെ മാറിയത്. എന്റെ ഷോൾഡർ പെയിൻ മാറി. ഞാൻ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് മുകളിൽ കൈ ഉയർത്തിയിട്ട് വലത്ത് കൈ ഉയർത്തിയിട്ട് കമ്പി പിടിക്കാൻ പറ്റാത്ത കുറെ 1.5-2 വർഷത്തോളം അതിങ്ങനെ അനുഭവിച്ചു. ഇതൊക്കെ ഷുഗറിന്റെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഷുഗർ ശരിക്കും കൺട്രോളായി എന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് വൈഫിന് പൂർണ്ണമായിട്ട് കൺട്രോളായി. അപ്പൊ അങ്ങനെയുള്ള റിസൾട്ടാണ് ഉള്ളത്. എന്തായാലും ഷുഗർ കൺട്രോൾ ആകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. എല്ലാ പ്രൊഡക്റ്റും എല്ലാ പ്രൊഡക്റ്റും അല്ല, നമ്മുടെ ഈ കിറ്റിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാബറി വാങ്ങിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാൻ തുടങ്ങിയില്ല, നാളെ മുതൽ ഉപയോഗിക്കണം. കാരണം എൻ്റെ ഒരു കസിന് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പെൻഷനാണ്, സർക്കാർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പെൻഷനൊക്കെ ഉണ്ട്. അദ്ദേഹം ഇതാണ്, സിംഗിളാണ്, മേധാവിയും ചെയ്തിട്ടില്ല. വീട്ടില് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാം പുറത്തു പോയി. അപ്പോൾ തനിച്ചാ വീട്ടില്. ഞങ്ങളവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ജേക്കബ് സാറും ഞാനും വിജയ് സാറൊക്കെ കൂടി അവിടെ കൊണ്ടുപോയി പ്രൊഡക്റ്റ് കൊടുത്തു. പുള്ളി വിശ്വാസം എടുക്കുമല്ലോ, പുള്ളി ഒരു എന്താ പറയാ ഒരു മാവോയിസ്റ്റ് ചിന്താഗതിക്കാരൻ, എല്ലാം നെഗറ്റീവായി കാണുന്ന ഒരു ആളാ. അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഓക്സിജൻ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നല്ല ശ്വാസം മുട്ടലാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. പുറത്തിറങ്ങില്ല, റൂമിനകത്ത് കിടക്കുന്നു. ഒരു വല്ലാത്ത മാനസിക തലത്തിലാണ്. ആരും ഭക്ഷണം കഴിപ്പിക്കാൻ ആളില്ല, എഴുന്നേൽപ്പിക്കാൻ പറയാൻ ആളില്ല. അപ്പൊ പുള്ളിൻ്റെതായ ഒരു അലസമായ ജീവിതം. വീടൊക്കെ അങ്ങനെ നല്ല വീടൊക്കെ, പക്ഷെ അതിലിങ്ങനെ അടുക്കും ചിട്ടയില്ലാതെ കിടക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഒരു സർവന്റ് വന്നൊക്കെ ക്ലീൻ ആക്കിയെടുത്ത് അങ്ങനത്തെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ താമസിക്കുന്ന ആൾ. ഞാനിപ്പോ വീക്കിലി അദ്ദേഹത്തിന് വിസിറ്റ് ചെയ്യും. ഈ സാധനം കൊടുത്തു. ഇപ്പോ അൾട്രാബറി കൊടുത്തിട്ട് ഒരാഴ്ചയായി. ഇപ്പം പുള്ളി ശ്വാസം മുട്ടൽ ഓക്സിമീറ്ററും മാറ്റി. ഇപ്പോ ആള് ഹാപ്പിയാണ്. ഇപ്പം പുറത്ത് ടൗണിലേക്ക് ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി ഹോട്ടലിൽ വന്നിട്ട്. നേരത്തെ അദ്ദേഹം ഓൺലൈനിൽ വിളിച്ചിട്ട് ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിട്ട് വീട്ടിൽ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്ന അവസ്ഥയായി. നല്ല മാറ്റമുണ്ട്. അദ്ദേഹം പിന്നെ ഇതുകൊണ്ടാണെന്ന് അങ്ങനെയൊന്നും വിശ്വസിക്കൂല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ ഇതുകൊണ്ടാണെന്നല്ല എനിക്ക് കൃത്യമായിട്ട് അറിയാം, ബോധ്യപ്പെടുത്തി വരുന്നുണ്ട്. അൾട്രാബറി കഴിക്കാൻ തുടങ്ങി. ഓക്കെ ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആളുടെ റിസൾട്ടിലേക്ക് പോവാം. മാഡം, ഞാൻ ഷൗക്കത്തലി ആലിച്ച്. പറയൂ സാർ. ഞാനിത് വാങ്ങിച്ചത് എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. ആൾക്ക് ഈ വെരിക്കോസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഡെയിലി ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിലിട്ട് മസാജ് ചെയ്ത് കൊടുത്താലേ ഉറങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെയായിരുന്നു. അപ്പൊ ഇത് വാങ്ങിച്ചപ്പോ ആ വെള്ളം കുടിക്കുന്നുണ്ട്, ആ ബെഡിൽ കിടക്കുന്നുണ്ട്, പില്ലോക്കെല്ലാം വെച്ച് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 2 ആഴ്ചയോളായിട്ട് ആ ഒരു പരിപാടി ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ ഒഴിച്ചൽ എണ്ണയിട്ട് മസാജ് ചെയ്യുന്ന ആ പരിപാടി ഇപ്പൊ നിർത്തി വെച്ചിരിക്കുക. അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല വലിയ കാര്യമായിട്ട്. പിന്നെ റിസ്റ്റ് ബാൻഡ് ഞാൻ കെട്ടലുണ്ട്, പിന്നെ ആ വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വണ്ടി ഓടിക്കുമ്പോ അങ്ങനെ ഉറക്കം വരുമായിരുന്നു. ഇപ്പൊ അതില്ല. ഉറക്കം എന്നുള്ളത് പ്രശ്നം സോൾവ് ആയിരിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ ഭയങ്കര ചെസ്റ്റിൽ ഒരു പിടുത്തമൊക്കെ വരുമായിരുന്നു. അത് ഇപ്പൊ ശ്വാസം മുട്ടിന്റെ അതുപോലെ ഇപ്പൊ ആ ഒരു കംപ്ലൈന്റും ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോ ഒരാൾക്ക് കൊടുത്തു വേറെ ഒരു പ്രൊഡക്റ്റ്. ആ ആൾക്ക് ഷുഗർ ഇപ്പൊ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. ആൾക്ക് ഷുഗർ നല്ല നോർമലായി വന്നിട്ടുണ്ട്.
അതുപോലെ ആളൊരു ഉസ്താദാണ്. അപ്പൊ ആള് മദ്രസയിൽ ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു തലവേദന വന്നു. അപ്പൊ ആ കുട്ടിക്ക് ആ റിസ്റ്റ് ബാൻഡ് എടുത്ത് ആ തലയിൽ വെച്ചു കൊടുത്തപ്പോ ആ കുട്ടിക്ക് അത് നല്ലൊരു ഉപകാരപ്പെട്ടു. അപ്പൊ അവരുടെ ഫാമിലിയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്ന് കാണണം. എന്തൊക്കെയാണ് എന്റെ റിസൾട്ട്. ഓക്കെ സാർ, നല്ല റിസൾട്ടാണ്. ബിക്കോസിനൊക്കെ നല്ല റിസൾട്ട് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരും. തീർത്തും മാറിപ്പോയിട്ടുണ്ട്. ഞാനും കൊടുത്ത ഒത്തിരി റിസൾട്ടുകളുണ്ട്, തീർത്തും മാറിയിട്ടുണ്ട്. എന്തായാലും സാറിന്റെ വൈഫിനത് തീർത്തും മാറട്ടെ. നമുക്ക് അടുത്ത ആളുടെ റിസൾട്ടിലേക്ക് പോവാം. ഓക്കെ. ഹലോ. പറയൂ മാഡം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് വയനാട്ടിലാണ്. വയനാട് മാനന്തവാടി. ഉമ്മുക്കുൽസു എന്നാണ് പേര്. ഓക്കെ. ഞാൻ എന്റെ ഒരു അമ്മാവിന് ഇത് സ്ട്രോക്ക് വന്നിട്ട് കൊടുത്തിനായിരുന്നു. സ്ട്രോക്ക് വന്നിട്ട് കൊടുത്തിട്ട് അമ്മാവിന് ഇപ്പൊ 2 മാസമായിട്ടുള്ളൂ. അമ്മാവിനിപ്പം ഈ ഫെബ്രുവരി 21 ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുന്ന പണിയൊക്കെ ചെയ്തോളിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ അമ്മാവിന് ഇത് കൊടുത്തപ്പം എളാമാന്റെ കാലിന് മുട്ട് തേയ്മാന. അപ്പം ഒരു പരീക്ഷണം എന്ന നിലയിൽ ഞാൻ എളാമാക്ക് ഇത് കൊടുത്തു. അപ്പൊ എളാമ ഈ ആയുർവേദ ഹോമിയോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് എളാമാക്ക് വലിയ കുറവൊന്നും ഇല്ലടിന്ന് തോന്നുന്നു. പക്ഷെ എളാമാന്റെ സൗണ്ട് എല്ലാം വെള്ളം കുടിച്ചിട്ട് ഈ കിളീന്റെ ശബ്ദം പോലെ ആയിപ്പോയി. അപ്പം ഞാൻ എളാമാനെ കളിയാക്കി. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ പ്രൊഡക്റ്റും കൊണ്ട് കിട്ടിയതാണ് എനിക്കിത്. പക്ഷെ 37 എന്നാലും വെള്ളമൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ 37 നല്ല വെള്ളം കുടിക്കും. ഇപ്പൊ എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ഈ നോമ്പായപ്പോ 37 ഈ ഹോം നേഴ്സിംഗിന്റെ ഒരു വർക്കിന് പോന്നെയാ. അപ്പൊ എന്നോട് പറഞ്ഞു, എന്ത് ചെയ്യുമെന്ന് അറിയില്ല, കാല് ഭയങ്കര വേദനയാണ്, വെളിച്ചെണ്ണയൊക്കെ തീർന്നു പോയിട്ടുണ്ട്, അതൊന്ന് വാങ്ങണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ട, എന്റെ പ്രൊഡക്റ്റ് നല്ലോണം ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നു. ഏതായാലും ഇത് കിട്ടി, ഇപ്പൊ ഒരു കുഴപ്പമില്ല. നോമ്പിന് ഒരു വർക്ക് എടുത്തു, രണ്ടാമത്തെ ഒരു വർക്ക് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 37 കൈമല് വലിയൊരു മുഴയുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും അതൊന്ന് കീറാൻ വേണ്ടി ആശുപത്രി കാണിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ മിനിയാന്ന് എന്റെ ഉമ്മ വീണിട്ട് കൈയിന്റെ എല്ലാം കൊടിഞ്ഞിട്ട് ആശുപത്രിയിലായിരുന്നു ഒരു 10-20 ദിവസത്തോളം. അപ്പൊ അവരെ കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പോ കൈമേൽ അങ്ങനത്തെ ഒരു മുഴയേ ഇല്ല. അപ്പം 37 നാത്തൂന്റെ നെറ്റിമേലൊരു മുഴയുണ്ട്. അപ്പൊ പറഞ്ഞു, ഉമ്മ ഇനി ഇങ്ങനത്തെ വർക്കിന് പോകുമ്പോ ആ റെസ്റ്റോറന്റ് ഇവിടെ വെച്ചിട്ട് പോകണം. ഉമ്മാന്റെ കൈമത്തെ മുഴ പോയ പോലെ എന്റെ നെറ്റിമത്തെ മുഴയും പോയാലോ എന്ന് വെച്ചിട്ട് അതിവിടെ വെച്ചിട്ട് 37 വർക്കിന് ഇന്ന് രാവിലെ പോവാണ്. അപ്പൊ നല്ലൊരാണ്. ഇപ്പൊ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പം എന്താ പറയുന്ന വെച്ചാല് ഇപ്പൊ ഞാൻ അങ്ങനെ ഇത് ഉപയോഗിക്കുന്നില്ല. വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട്. കാലുമ്മല് വേദന ഉള്ളപ്പോ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ, അല്ലാതെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ വെളിച്ചെണ്ണയോ? ഞാൻ അന്ന് പോയത്, പിന്നെ വെളിച്ചെണ്ണ ഇതുവരെ അതിന് പോയിട്ടില്ല. നിന്റെ പ്രൊഡക്റ്റ് നല്ലതാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാരും കുറച്ച് പൈസ കൂടുതലുള്ളതുകൊണ്ട് പൈസ ഇല്ല എന്ന് പറയാണ്. ഏതായാലും നീ തന്നത് തട്ടിപ്പോന്നില്ല. ഇപ്പൊ സൗണ്ടൊക്കെ റെഡിയായി. അപ്പൊ ഞാൻ പറഞ്ഞ, സൗണ്ട് കിളീന്റെ സൗണ്ട് ഒക്കെ പോയോന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, അത് പോയടി, നീ അങ്ങനെ ഒരു ഉപകാരം എനിക്ക് ചെയ്തു വെച്ചല്ലോ എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റ് ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഞാൻ കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. ഏതായാലും ഇത് വാങ്ങി ഉപയോഗിച്ചവർക്ക് ഒരു ചെറിയ റിസൾട്ട് ഇല്ലാതിരിക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. ഏതായാലും ഈ പയ്യോട്ടോ താങ്ക് യു. എന്തായാലും റിസൾട്ടുകൾ നമുക്ക് ഉറപ്പാണ്. അത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ട് ഇത്തിരി നേരത്തെ ആവാം, ഇത്തിരി വൈകാം, ഇത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. എന്തായാലും റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം, ഫോളോ അപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് സാർ. മേഡം, ഞാൻ സുനിൽ എന്റെ പേര്, എറണാകുളം വൈപ്പി. ഓക്കെ. നമ്മ അടുത്തേ ഒരു ഹെവി റിസൾട്ടാണ് കിട്ടിയത്. ജന്മനാര ഓട്ടിസം ബാധിച്ച ഒരു 19 വയസ്സുള്ള ഒരു കൊച്ചിന് നമ്മളെ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടിക്കൊടുത്ത് ആദ്യം ഡെമോ കാണിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ ഭയങ്കര വയലന്റ് ആയിട്ട് 2 കൈയും കൈമിട്ടടിച്ചിട്ട് അവൻ റൂമിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. നമ്മൾ റിസ്റ്റ് ബാൻഡ് കെട്ടി 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ആള് സോഫ സെറ്റിന്റെ അടുത്ത് എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ തലയെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ട് തലേന്നൊക്കെ പറിച്ചു കളയും. ലാസ്റ്റ് കയ്യില് കെട്ടിക്കൊടുത്ത് അപ്പൊ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോക്കും ആള് നോർമലായി വന്ന് ഇരുന്ന്. പിന്നെ നമ്മ പ്രൊഡക്റ്റ് കൊടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് കിട്ടിയത്. പക്ഷെ റിസ്റ്റ് ബാൻഡ് ആ തലയെ കിട്ടുന്നത് മാത്രം ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടാ പോകുന്നത്.
ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിപ്പോ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ച പറയുന്നത് 12 മണി 1 മണിക്ക് 2 മണിക്കൊക്കെ ആള് എഴുന്നേറ്റ് നടക്കും ഉറങ്ങാതെ. പക്ഷെ നമ്മുടെ മാറ്റസ് പാഡിൽ കിടന്നിട്ട് പിറ്റേ ദിവസം 6 മണിക്കാണ് പയ്യൻ എഴുന്നേറ്റത്. അവര് വിളിച്ചിട്ടാണ് എഴുന്നേറ്റത്. അപ്പൊ ഇപ്പൊ ഭയങ്കര മാറ്റമുണ്ട്. പക്ഷെ എന്നാലും വെള്ളമൊക്കെ കുടിച്ച് വരണുള്ളൂ. അപ്പൊ എന്നാലും റിസൾട്ട് നല്ല റിസൾട്ടാണ്. അപ്പൊ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ കുറച്ചും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാന്നും പറഞ്ഞിരിക്കണേണ്. അപ്പൊ ജന്മനാൻ ഓട്ടിസം ബാധിച്ചേട്ടാ. അവര് ബോംബെയിൽ മദ്രാസ് അവിടെ കുറെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. അവരുടെ അമ്മയുടെ ചേച്ചി ഇവിടെ ഞാറക്കൽ പഞ്ചായത്തിൽ BO ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് ആദ്യം ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ കാണിച്ച് വ്യത്യാസം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് കൊടുത്തതാണ്. അപ്പൊ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ. ഒരു ഹെവി റിസൾട്ട് ആണ്. കാരണം ജന്മന ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് റിസൾട്ട് കിട്ടാന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ദൈവിക ഗുണം തന്നെയാണ്. നമുക്ക് ഓട്ടിസത്തിന് വേറെയും റിസൾട്ടുകൾ പലർക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ കുട്ടിക്ക് അതിന് നല്ലൊരു റിസൾട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അടുത്ത റിസൾട്ട് കേൾക്കാം. ഹലോ, വലിയ യാത്രയിൽ പല്ലുവേദന പല്ലുവേദന ഇതിന്റെ റിസ്റ്റ് ബാൻഡ് കെട്ടിയപ്പോ ഒരു 1.5 മണിക്കൂർ കെട്ടിയപ്പോ പിന്നെ പല്ലുവേദന പറ്റേ സുഖമായിട്ടുണ്ട്. അതുപോലെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ പ്രൊഡക്റ്റുകൾ എല്ലാം സൂപ്പർ പ്രീമിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. റിസൾട്ടാണ് സ്ഥിരമായി നിലനിൽക്ക് ഉപയോഗിക്കുമ്പോൾ സൈക്കിളിൽ നമുക്ക് പലതും ഉപയോഗിക്കാൻ കഴിയാതെ വരലുണ്ട്. ഓക്കെ, എന്നത് റിസൾട്ട് ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. എന്തായാലും നല്ല പുതിയ റിസൾട്ടുകളും ഒത്തിരി ഹെവി റിസൾട്ടുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതുപോലെ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇത്രയും റിസൾട്ട് ഇത്രയും നല്ല പുതിയ റിസൾട്ട് എടുക്കാൻ സാധിച്ചതിന് ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇന്ന് റിസൾട്ട് പറഞ്ഞ എല്ലാവർക്കും KTCയുടെ നേതൃത്വത്തില് ഞാൻ നന്ദി പറയുന്നു. ഇനി നമുക്ക് ഇപ്പൊ ഓരോരുത്തരും പുതിയ റിസൾട്ടിലേക്കും പല ആൾക്കാരിലേക്കും നമുക്കത് എത്തിക്കാൻ സാധിക്കട്ടെ. എല്ലാവരിലേക്കും നമുക്കത് എത്തിക്കേണ്ടതുണ്ട്. സുഖമുള്ളവരിലും ഇല്ലാത്തവരിലേക്കും നമുക്കത് എത്തിക്കണം. കാരണം പെട്ടെന്നാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് സ്ട്രോക്ക് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ, ബന്ധുക്കളാവട്ടെ, ആരായാലും നാളെ ഇനി ആരാണ് എന്ന് നമുക്കറിയില്ല. നമ്മൾ മാക്സിമം അത് അക്സെപ്റ്റ് ചെയ്യുന്നവര് ചെയ്യട്ടെ, ചെയ്യാത്തവര് അവർക്ക് കുറച്ച് സമയം കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഉപയോഗിക്കാൻ യോഗമില്ല എന്ന് വേണം കരുതാൻ. എങ്കിലും ദൈവത്തിന്റെ അതിന്റെ പ്രോഡക്റ്റ് കിട്ടിയ എല്ലാവരും റിസൾട്ട് കിട്ടിയ ഇവിടെ ഇരിക്കുന്ന സൂമിലിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് കൺക്ലൂഡിംഗ് സെഷൻ ഉണ്ട്. മനോജ് സാറ് ഉണ്ട് നമ്മളുടെ കൂടെ. സാറിനെ നമുക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ, താങ്ക് യു സരിത. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരിക്കാം. ഇന്ന് നമ്മുടെ റിസൾട്ട് ഷെയറിംഗ് സെഷൻ ആയിരുന്നു. അടിപൊളിയായിട്ട് എല്ലാവരും റിസൾട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവർക്ക് കിട്ടിയ റിസൾട്ട് ഹൃദയം തുറന്ന് സംസാരിച്ചു. അവർക്ക് എല്ലാവർക്കും നന്ദി. ആരോഗ്യ സൗഖ്യങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. നമുക്കറിയാം ഈസ്റ്ററിന്റെ ദിവസങ്ങളാണ്. ദുഃഖ വെള്ളി കഴിഞ്ഞു. ഇന്ന് ശനിയാഴ്ച, നാളെ ഈസ്റ്റർ. ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമാണ്. നമുക്കറിയാം നമ്മൾ പല പ്രതിസന്ധികളെയും അതിജീവിക്കുമ്പോഴും അവിടെ നിന്ന് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വേദനയും വിഷമങ്ങളും പ്രതിസന്ധിയും തടസ്സങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളും ഈ രോഗവും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ബയോട്ടോറിയത്തിലൂടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമ്പോൾ ഒരു നല്ലൊരു ലൈഫ് നമുക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി അങ്ങോട്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഇത് ഏറ്റെടുക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് റിസൾട്ട് ഷെയർ ചെയ്ത ഓരോരുത്തർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ ഞാൻ നിർത്തുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നാളെ രാത്രിയിലത്തെ നമ്മുടെ സൂം പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതല്ല. ഒത്തിരി റിസൾട്ടുകൾ ഇന്ന് പലരും ഷെയർ ചെയ്തു. പുതിയ റിസൾട്ടുകളും പലരും പറഞ്ഞിട്ടുണ്ട്.
കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് റിസൾട്ട് കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഓരോവിടെ തലക്കറക്കം പറഞ്ഞ് തലകറക്കത്തിന് നമ്മുടെ റിസ്റ്റ് ബാൻഡ് തലയിൽ റാപ്പ് ചെയ്യണം. അതിന്റെ മാഗ്നറ്റ് നമ്മുടെ തലയുടെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്ന രീതിയിലേക്ക് അത് റാപ്പ് ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. കുളിക്കുന്ന സമയത്ത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ തലയിലേക്ക് ഒഴിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും. ആ രീതിയിലൊക്കെ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹൈ ഷുഗറുള്ള ആളുകൾ ഒരിക്കലും അൾട്രാബെറി ജ്യൂസ് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. HbA1c 7 കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഒരു 10 ml ഉപയോഗിച്ചാൽ മതി. അത് 1 ഒരു 3 ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി. ഹൈ ഷുഗറുള്ള ആളുകൾ, അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ് ഒന്നും തന്നെ നമ്മുടെ അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതെല്ലാം തന്നെ നിങ്ങൾ അപ്ലൈനായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. അല്ലാത്ത എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് യാതൊരു കുഴപ്പമില്ല. എത്ര ബോട്ടിൽ വേണം നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് റെഗുലറായിട്ട് എല്ലാ പ്രൊഡക്ട്സുകളും ഉപയോഗിക്കുക. നല്ല റിസൾട്ടുകളും ആ റിസൾട്ടുകൾ ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതിലൂടെ നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനത്തിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ രാത്രിയിലുള്ള സൂം നമ്മൾ ഈസ്റ്റർ പ്രമാണിച്ചുണ്ടായിരിക്കുന്നില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് തിങ്കളാഴ്ച മോർണിംഗിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, താങ്ക് യു. ജയ് ജയ്.